ചൂടാക്കാൻ വെച്ചേക്ക കുളിച്ചിട്ട് വേണം പോവാനായിട്ടേ. ഈ കാലത്തിന്റെ ഒക്കെ കോലം കണ്ടാലും ഞെട്ടണ്ട. ഇത് വെള്ളം ചൂടാക്കണ കാല. വയ വയ കുട്ടി കേറിക്കാൻ മതി. കേറിക്കാം. ചിലപ്പോ ഇവിടെ സിംഹം വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോ എന്താന്നറിയോ, ഇവിടെ മൊത്തം കാടാണ്. വേണ്ട, ചുറ്റും കാട്. അപ്പൊ ചിലപ്പോ സിംഹം വരും. ചോറുണ്ണാത്ത കുട്ടികളിനെ, ആപ്പം തിന്നാത്ത കുട്ടികളിനൊക്കെ സിംഹം പിടിക്കും. വൈകുന്നേരം കാശൊന്നും പിടിക്കണ്ട, നമ്മുടെ വീടല്ല ഇത് ആശുപത്രിയാണ്. അപ്പൊ മുണ്ടാണ്ട് പാപ്പൊക്കെ തിന്ന് ഗുളിയൊക്കെ കഴിച്ച് പിന്നെ ഉറങ്ങാം. ഇഞ്ചക്ഷനൊക്കെ വിൽക്കും അവര്. ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് നാളെ സുഖമായിട്ട് വീട്ടിൽ പോകണം. ഉഷാറായിട്ട് വേണം പോവാനായിട്ട്. കൈ കരയുണ്ട നോക്കട്ടെ. കൈ കണ്ട കൈ പരുവത്തിലാ കുത്തി വെച്ചേക്കുന്നത്. ഇവിടെ മമ്മീൻ്റെ വയറുമ്പോ വെച്ചോ, വലിയ വയറുണ്ട്. പിന്നെന്താ പ്രശ്നം? ഇതിപ്പോ ഇങ്ങനെ വെച്ച ചുറ്റും കാടാണ് മക്കളെ. കാട്. അവിടെ ഇവിടെയൊക്കെ ക്വാർട്ടേഴ്സ് ഉണ്ട്. ഗുഡ് മോർണിംഗ്. ആശുപത്രി വാസം സെക്കൻഡ് ഡേ ആണ് ഇന്ന്. രാവിലെ എത്ര മണിയായി? 7:11. കൈ കടിച്ചായോ? എനിക്കും കിട്ടി മെഡല്. എനിക്കും കിട്ടി മെഡല്. മണി 7 പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇവിടെ കറക്റ്റ് സമയത്തിന് ഭക്ഷണം എത്തൂട്ട. അപ്പോൾ അതേ കഞ്ഞി കൊണ്ട് വന്നിട്ടുണ്ട്. വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയിട്ട് കൊണ്ടുപോയാലൊന്നും സമ്മതിച്ചില്ല. ഇവിടെ തന്നെ കഴിക്കണം. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞ ഗ്ലാസ്സിൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ചൂടാറാൻ വേണ്ടി ഇരിക്കുകയാണ് അല്ലേ. അപ്പം എപ്പോൾ വരുമെന്നറിയില്ല. ഞങ്ങളുടെ കുളി കഴിഞ്ഞു, പല്ലേപ്പ് കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ കിട്ടി, ഞങ്ങൾ കഞ്ഞി കുടിച്ചു അല്ലേ. ഇനി കറക്റ്റ് സമയത്ത് വീട്ടിൽ പോയാലും കഞ്ഞി കുടിക്കാണ്ടാവുമ്പോഴാണ് വാവ് വരുന്നത്. മനസ്സിലായ? കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുമോ? കഴിക്കാനൊക്കെ പല കാട്ടുണ്ട്. ഭരതനാട്യത്തിൻ്റെ സ്റ്റെപ്പ്. ആമിക്കുട്ടിക്ക് ഒരു ചെറിയ പനി വന്നതാട്ടാ. പിന്നെ നോക്കിയപ്പോൾ ബ്ലഡിലെ കൗണ്ട് കൂടി. 10 എന്നുള്ളത് 13 ആയിട്ടുണ്ട്. 10,000 എന്നുള്ളത് 13,000 ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഗുളിക സ്റ്റാർട്ട് ചെയ്യാം, ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്കിവിടെ അഡ്മിറ്റ് ആക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അഡ്മിറ്റ് ആക്കുകയാണ് നമ്മൾ ചെയ്തത്. കാരണം നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട് മുന്നേ ഞാൻ ആൻറ്റിബയോട്ടിക് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ ഒരു ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 ദിവസം കിടന്നു. പിന്നെ നേരത്തെ നമുക്കിവിടെ കഞ്ഞി എത്തുന്നുണ്ട്. രാവിലെ കഞ്ഞി എത്തും, പിന്നെ 7 മണിയാകുമ്പോൾ കഞ്ഞി എത്തും. എണീറ്റ് വെച്ചാൽ നമുക്കൊരു 6 മണിയാകുമ്പോൾ ഒരു കാപ്പി എത്തും. പിന്നെ ഒരു 7 മണിയാകുമ്പോൾ നമുക്ക് കഞ്ഞി എത്തും. പിന്നെ 11 മണിയാകുമ്പോൾ ബ്രെഡൊക്കെ കിട്ടും കേട്ടോ. എന്നിട്ട് കണ്ടേ ഒരാള് പെയിന്റ് അടിക്കുന്നുണ്ട്. ഒരാളല്ല, രണ്ടാളുണ്ടല്ലോ. ഞങ്ങൾ അമ്മയും മോൾക്കും ബോറടിച്ച് ഞങ്ങള് ചായ കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഉല്ലാസത്തുകയാണ് ഈ വരാന്തയിൽ കൂടെ. നീണ്ട വരാന്തയാണ്. അത് കഴിഞ്ഞ് അടുത്ത വരാന്തയിൽ കൂടെ ഞങ്ങൾ തെണ്ടാൻ പോവാണ് മക്കളെ. ബോറടിച്ചിട്ട് വയ്യ. ആ റൂമിലകത്തിരുന്നിട്ട് അവള് വീട്ടിൽ പോകണം, ചേട്ടന്മാരെ കാണണം, പപ്പേനെ കാണണം എന്നൊക്കെ പറയുന്നത്. ഇറങ്ങി നടക്കാൻ വിചാരിച്ചു. എൻ്റെ അമ്മ ഇത്ര സ്പീഡിലാണ്. സ്പീഡ് കൂടി. ബാക്കടിക്ക്. ആ
ഉയ്യോ എൻ്റെ അമ്മേ, ഞാൻ ആക്സിഡൻ്റ് ആവില്ലേ? ഇനി മുന്നിലേക്ക് പോട്ടെ, മുന്നിലേക്ക് പോട്ടെ. ആ ആ ആ എൻ്റെ അമ്മേ, ജമ്മേ ജമ്മേ, ആക്സിഡന്റ് കണ്ട. അപ്പോൾ നമുക്ക് എന്നും 11 മണിയാകുമ്പോൾ പാല് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഞാൻ പാലുണ്ടാവും, ബ്രെഡ് ഉണ്ടാവും, ഒരു മുട്ട ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പഴവും നേന്ത്രപ്പഴവും തന്നിട്ടുണ്ടാവും കേട്ടോ അവർ. പിന്നെ ഉച്ചയ്ക്ക് ഒരു ചാറ് കറി, ഒരു ഉപ്പേരി ഉണ്ടാവും. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെങ്കിൽ കഴിക്കാം, സ്നാക്സൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് കഴിക്കാം. ഞാൻ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അതുപോലെ ആമയ്ക്ക് ചോറിനാനായിട്ട് അച്ചാറും പപ്പടമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എന്നും ഉണ്ടാവും, ഓരോ ഉപ്പേരി ഉണ്ടാവും, അതുപോലെ ഒരു ചാറ് കറി ഉണ്ടായിരിക്കും. നമുക്ക് തരക്കേടില്ല, ഇത് കഴിക്കാം, അത്ര തന്നെ. സമയം 3:45 എനിക്ക് 4:30-5 മണി സമയമാകുമ്പോൾ എനിക്ക് ട്യൂഷൻ്റെ പിള്ളേർ വരും. അപ്പോഴത്തേനും ചോറ് വെച്ച് കൂട്ടാൻ വെച്ച് ഒന്ന് അടിച്ച് വാരി കുറച്ച് മറ്റു പണികളൊക്കെ ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ വീടിൻ്റെ ഒരു കോലം കണ്ടോ, നമ്മളോട് ഒരു 5 മിനിറ്റ് മാറി നിന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ അവസ്ഥ ഇതാണ്. ഓ, നമ്മൾ അമ്മമാരില്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു കുടുംബത്തിൽ എന്തായിരിക്കും കാണിച്ചു തരാട്ടാ. കാണും സങ്കടം കൊടുത്തൊക്കെ പോകാൻ. പിള്ളേര് കളിച്ചിട്ടാണ് കോലും ആഹാ എന്തൊരു ഭംഗി, കിടക്കയുടെ ഭംഗി. ഒരു കുരങ്ങനെ അവിടെ പൊട്ട് കൂട്ടി എന്നിട്ട് ചെയ്യണേ. എന്തിനാ എൻ്റെ പൊട്ട് എടുത്തിട്ട് ഇത് കൂത്തണേ? കിടക്കാൻ വേണ്ടിയില്ലേ കിടക്കണ കിടപ്പ്. ഇതെന്തിനാ കണ്ണ ബോക്സ് എടുത്തത്? അപ്പൂസേ, മേശപ്പുറത്ത് ഇല്ലാത്തതില്ല. പറഞ്ഞ പോലെ വിചാരിച്ച പോലെ വലിയ ഭൂകമ്പങ്ങളൊന്നും ഇല്ലെങ്കിലും സമാധാനമൊക്കെ ഉണ്ട് അല്ലേ? എന്താ പിന്നെ ഇവിടെ വിശേഷം? ആരും മുട്ടയിട്ടില്ല, ഒരാൾ മുട്ടയിട്ടിട്ടുണ്ടല്ലോ. ആരാ മുട്ടയിട്ടത്? മുട്ട പോയി എടുക്കട്ടെ, മുട്ട എടുക്കണ്ട് ഇതുകൊണ്ടാന്ന് മാത്രം. ഉരുണ്ട് വരോ, ഉരുണ്ട് വരോ. ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചയൊന്നും എടുക്കണില്ല മുട്ട, അല്ലെങ്കിൽ പൂച്ചയൊക്കെ എടുത്താനെ. ഞങ്ങൾക്ക് ചോറ് കൊടുത്തിട്ടില്ല. ആരാ എൻ്റെ കോഴിയോളെ നീ നോക്കിയാ? അവളാണ് കോഴിയോളെ നോക്കണ ആള്. അകത്തേക്കല്ല, പുറത്തേക്ക് പോ. അങ്ങോട്ട് കൂടി, അങ്ങോട്ട് കൂടി, ഓടി ഓടി. അവിടെ നിൽക്കട്ടെ, അപ്പൊ വരാട്ടാ. ഇങ്ങോട്ട് വന്ന് പാലൊക്കെ കാച്ചി ചോറൊക്കെ വെച്ച് കൂട്ടാൻ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ പോയത്. പാല് കാച്ചി രണ്ടോട്ടം കൊടുത്തില്ലേ, ഇപ്പൊ പിരിഞ്ഞിട്ടുണ്ട്. ഇതാ പാപം ചെയ്തതാണ്. ഇന്നലെ ഞാൻ വെച്ച ചോറ് ബാക്കി വന്നിട്ടുണ്ടേ, അപ്പൊ ആളത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലെന്താണാവുക? എന്നിട്ട് ചായ കുടിച്ച ചായ കുടിച്ച ഇതൊക്കെ കഴുകാനുള്ള പാത്രങ്ങൾ മൂടി വെച്ചിട്ടുണ്ട്, ഭദ്രാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചത്. കുട്ടപ്പയ്യേ കുളി കഴിഞ്ഞ സുന്ദരനായ നോക്ക വേണ്ടി തീ കത്തിക്കാൻ വെച്ചേക്ക, കത്തുന്നില്ലേ? ചൂടാക്കാൻ വെച്ചേക്ക, കുളിച്ചിട്ട് വേണം പോവാനായിട്ടേ. ഈ കാലത്തിന്റെ ഒക്കെ കോലം കണ്ടാലും ഞെട്ടണ്ട, ഇത് വെള്ളം ചൂടാക്കണ കാല. വയ കൂട്ടി കേറിക്കാൻ മാറ്റി കേറിക്കാം. ഒരാള് കയറിയോളൂ, ഒരാളെവിടെയാണ്? ഒരെണ്ണം ചത്തു. ആശുപത്രി വാസത്തിന് പോയപ്പോ ഒരെണ്ണം ചത്തു. 3 കോഴികളുണ്ടായിരുന്നു പേട്ട. ഒരു ചാത്തനും കൊണ്ടുവന്ന രോഗമാണ് വസന്ത. പല്ല് തയ്ച്ചിട്ട് നോക്കി ഇവിടെയൊക്കെ കിടക്കണം കോലം. എന്താ പറയണത്? അമ്മമാര് വീട്ടിലില്ലെങ്കിൽ, ഒരു സ്ത്രീ വീട്ടിലില്ലെങ്കിൽ വീടിന്റെ കോലം അലങ്കോലമാണ് എന്നുള്ളത്.
നോക്കിയേ എൻ്റെ മക്കൾ ചെയ്ത് വെച്ചാണത്. ഞാൻ ഇല്ലല്ലോ. അപ്പൊ അപ്പാപ്പന്റെയും പപ്പയുടെയും കണ്ണ് വെട്ടിച്ച്. കണ്ടുണ്ടാവും, കണ്ടാലും അവരൊന്നും പറയാനൊന്നും. ഇതാരാ ചെയ്തേ പറയ്. നിങ്ങൾ ചെയ്തതാന്ന് പറഞ്ഞിട്ട് ഇതെന്തിട്ട് ചെയ്ത? ഈ പച്ച കളറും മഞ്ഞ കളറിന് എന്തിട്ട് ചെയ്ത? മഞ്ഞ കളറാവാൻ വേണ്ടിട്ട് എന്തിട്ട് ചെയ്ത? കളറാക്കി സ്കെച്ച് അല്ലേ? മോശല്ലേ? സ്കെച്ച് കൊണ്ടുപോയതില്ല, മൂക്കി വെച്ചു. കഴുകണ്ട. ഓ കഴുക്. ഇപ്പഴാണെങ്കില്